ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 26-ാം തീയതി ബുധനാഴ്ച ദിവസം 1799 മിഥുന മാസം 12-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢ മാസം 5-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:10 അസ്തമയം വൈകുന്നേരം 6:39 നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:34 അവിട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:06 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അവിട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവിട്ട നക്ഷത്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:06 അവസാനിക്കും. പിന്നീട് ചതയ നക്ഷത്രമാണ് കടന്നു വരിക. അവിട്ട നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കൂറിൽപ്പെട്ടതും കുംഭക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ 2 പാദം മകരക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ നാളത്തെ സമയം പറഞ്ഞുതരാം. നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:34 മുതൽ ബുധനാഴ്ച പുലർച്ചെ 2:34 AM എന്ന് പറയുന്ന സമയം വരെയും ജനിക്കുന്ന കുട്ടികൾ മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്ര ജാതകരാണ്. ബുധനാഴ്ച രാവിലെ 2:34 കഴിഞ്ഞാൽ പുലർച്ചെ 2:34 കഴിഞ്ഞാൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:06 വരെയുള്ള സമയം, ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അവിട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത വസുക്കളാണ്. ഭൂതം ആകാശമാണ്. പക്ഷി മയിലാണ്. മൃഗം നല്ലാളാണ്. വൃക്ഷം അഗ്നിയാണ്. ചൊവ്വാദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ അവിട്ട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ചൊവ്വാദശാകാലമാണ്. ചൊവ്വാദശാകാലത്തു കൂടിയാണ് അവിട്ട നക്ഷത്ര ജാതകർ ജീവിതം ആരംഭിക്കുന്നത്. ചൊവ്വാദശാകാലം അല്ലെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ ചൊവ്വ എങ്ങനെ സ്വാധീനിക്കുന്നു അതനുസരിച്ചാണ് ഔട്ട നക്ഷത്ര ജാതകരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്. ചിലർ ക്ഷിപ്രകോപികളാകാം, ചിലർക്ക് ഏതൊരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലർ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഏത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യത്തോടുകൂടി പ്രതികരിക്കുന്നവരാകാം. അങ്ങനെ ഈ സ്വഭാവവിശേഷതകളൊക്കെ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുന്നതാണ്. അത് ഗ്രഹനിലയിലുള്ള സ്ഥാനമനുസരിച്ചാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൽ സമാധാനപ്രിയരായിട്ടുള്ളവർ വളരെ കുറവായിട്ടുള്ളവരാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ അടിക്കുന്നവരും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് ഓർത്തെങ്കിലും അവർ ടെൻഷൻ അടിക്കാത്തൊരു ദിവസമില്ല. അങ്ങനെയുള്ള പ്രകൃതക്കാരാണ് അവിട്ട നക്ഷത്ര ജാതകർ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ക്ഷിപ്രകോപികളാണ്, പെട്ടെന്ന് കോപം വരും. അങ്ങനെയുള്ളതെല്ലാം കൊടുക്കുന്നത് ഈ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ദോഷം ചെയ്യുന്ന സ്ഥാനത്താണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസം, അതായത് നാളെ ഉച്ചവരെ, ബുധനാഴ്ച ഉച്ചവരെ മാത്രമേ അവിട്ട നക്ഷത്രം ഉണ്ടായിരിക്കുകയുള്ളൂ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:06 കൊണ്ട് അവിട്ട നക്ഷത്രം അവസാനിക്കും. ഈ സമയം വരെയും അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, രോഹിണി, മകീരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:06 വരെ അവിട്ട നക്ഷത്രപ്രകാരം തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, രോഹിണി, മകീരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. മുന്നറിയിപ്പായിട്ട് ജ്യോതിഷം പറഞ്ഞു തരുന്നു. പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത്. പല നക്ഷത്ര ജാതകർക്കും 27 നക്ഷത്രത്തിൽപ്പെട്ട പല നക്ഷത്ര ജാതകർക്കും ഇപ്പോൾ മോശമായ സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളിൽ അവർ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും നാളെ ബുധനാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറയുന്നു. രാവിലെ 6:10 മുതൽ 10:40 വരെ ശുഭസമയമാണ്. ബുധനാഴ്ച രാവിലെ 6:10 മുതൽ
10 മണി 40 മിനിറ്റ് വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1 മണി 40 മിനിറ്റ് മുതൽ 4 മണി 40 മിനിറ്റ് വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം അർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണ്. നാളത്തെ തീയതി 26 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരും. ഏതൊരു മാസം 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയുന്നത് കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. മാത്രമല്ല പേരിൽ FP എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും നക്ഷത്രഫലമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽ നേട്ടം ഉള്ളൊരു ദിവസമാണ്. മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും നാളത്തെ ദിവസം ഈ ജാതകർ അല്ലെങ്കിൽ ഈ നാളുകാർ സൽപ്രവർത്തികളേക്കാൾ ദുഷ്പ്രവൃത്തി ചെയ്യുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ ഒരുപാട് ദൂരം ഈ യാത്ര ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങളും ദോഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലർ പിതാവിനെ സ്നേഹിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗാനരചയിതാവ്, ഗായകർ എന്നിവരൊക്കെ ഈ നാളത്തെ ദിവസം ശോഭിക്കാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ജോലി സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ കൂടിയുള്ള അനുഭവങ്ങൾ അത്ര അനുകൂലമായൊരു അനുഭവം വന്നു ചേരണമെന്നില്ല. തൊഴിൽപരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അല്ലെങ്കിൽ ദിവസമാണ്. നാളത്തെ ദിവസം ദാമ്പത്യ ജീവിതം സുഖകരമായി വന്നു ചേരണമെന്നില്ല. ചിലരിൽ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹകരണവും സഹായവുമൊക്കെ ശത്രുതയിൽ അവസാനിക്കുവാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. എങ്കിൽ പോലും തൊഴിൽപരമായ ധനനേട്ടവും കാര്യവിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത വിജയമുള്ള ഒരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ സഹകരണം ഒക്കെ ഉണ്ടാകുമെങ്കിലും ബന്ധത്തിലുള്ള സ്ത്രീകൾ മുഖേന ഉള്ള ശത്രുതകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അത് മുഖേന കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ശത്രു അറിഞ്ഞ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ ഈ നാളുകാരായിട്ടുള്ള വ്യാപാരികൾക്ക് വ്യാപാര വിജയം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അതുപോലെ തന്നെ കുടുംബജീവിത വിജയം, ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം വീട്, വസ്തു, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ, ബന്ധുമിത്രാദികൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം കൊണ്ടും അനുകൂലമായ ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല ആരോഗ്യം, സമ്പത്ത്, പുതിയ വസ്ത്രങ്ങൾ, പുതിയ ആഭരണങ്ങൾ,
ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ അനുഭവത്തെ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതവും ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. സൽഗുണ സമ്പന്നരായി ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് പ്രാസംഗികർ, ശാസ്ത്രകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണവും അതുപോലെ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ മാതാവും പിതാവും ഇവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങളെ കൊടുക്കുന്നു. എന്നാൽ ചിലരൊക്കെ പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് വ്യാപാര വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. പലരും പ്രശസ്തരാകാൻ സാധ്യതയുള്ള ദിവസമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം മാതാവിനെ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. എന്നാൽ പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ചിലർക്കൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ ദശാകാലത്തിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ അപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും അവർക്ക് വന്നു ചേരുക എന്നുള്ളത് കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ. തൊഴിൽ ഗുണം നാളത്തെ ദിവസം കാര്യമായി അവരെ സ്വാധീനിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. അവരുടെ ബുദ്ധിശക്തി വർദ്ധിച്ച് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും അവർ ഏർപ്പെട്ട് വിജയം കൈവരിക്കുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. പിതാവിനെ കൊണ്ട് അവർക്ക് കാര്യമായ ഗുണങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസം അല്ലെങ്കിലും മാതാവ് മുഖേനയുള്ള ധനവും മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ തിക്താനുഭവങ്ങളായി വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ ഗുണം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക. എല്ലാവർക്കുമല്ല, ചിലർക്കൊക്കെ അങ്ങനെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഭാഗ്യക്കേടുകളും ജീവിതത്തിൽ ചിലപ്പോൾ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സൽപുത്ര ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. സമ്പത്തൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ദൈവഭക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ഗുരുഭക്തി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പോരുരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർ ജീവിതത്തിൽ കടന്നു വരുന്ന ദിവസമാണ്. ചിലരെ സംബന്ധിച്ചുള്ള മാതാവിനെ കൊണ്ട് ഏറെക്കുറെ അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അവർക്ക് ദോഷമായി വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികളുടെ സഹകരണം, അതുപോലെ തന്നെ പെൺകുട്ടികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഒക്കെ മീനക്കൂറുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ്. വൈദ്യുതി ബന്ധം കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട്, വൈദ്യുതി മുടങ്ങുന്നത് കൊണ്ട് വീഡിയോ കൃത്യസമയത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കാതെ വരുന്നു. കറണ്ട് ഇല്ലാത്തതിൻ്റെ തടസ്സം കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക. വ്യൂവേഴ്സൊക്കെ കുറവാണ്. അതുപോലെ തന്നെ കമൻറ്റൊക്കെ കുറവാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പ്രിയപ്പെട്ടവരൊന്ന് കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ടാണ് കൃത്യസമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരും തീർച്ചയായിട്ടും വന്നു ചേരും. പ്രതികൂലമായ കാലാവസ്ഥ മൂലം പകർച്ചവ്യാധികളിലൊന്നും ആരും പിടിപെടാതിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യേകം മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പലരും പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ മഹാദേവൻ്റെ കരുണയും ഒക്കെ ആവശ്യമാണെന്നുള്ളതും എനിക്കറിയാം. ഞാൻ എല്ലാവർക്കും വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.